ഒക്കെ കയറാൻ പറ്റുമോ എന്ന് നോക്കാം. ചെരുപ്പിട്ടോ ചെരുപ്പിടാതെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കയറാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നോക്ക്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് അമ്പൂരിയിലെ ദ്രവ്യപ്പാറയിലാണ് ഉള്ളത്. അതിൻ്റെ കവാടത്തിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കവാടത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇനി നമ്മൾ മുകളിലേക്ക് ദ്രവ്യപ്പാറയുടെ മുകളിലേക്ക് കയറാൻ പോവുകയാണ്. ടോപ്പിൽ കയറില്ല, ഒറ്റയ്ക്ക് സോളയായിട്ട് വന്നുകൊണ്ട് ഒറ്റയ്ക്ക് വന്നുകൊണ്ട് മുകളിലോട്ട് കയറില്ല. കുറച്ച് ഭാഗം കയറിയിട്ട് തിരിച്ച് വരും. ഇവിടെ മാർച്ച് ആദ്യവാരത്തിലാണ് ഇവിടെ ഉത്സവം. അപ്പോൾ നിങ്ങൾ അതുമൊക്കെ അനുബന്ധമായിട്ട് വന്നാൽ ഉത്സവവും കാണാം, ദ്രവ്യപ്പാറയിലും കയറാം. അപ്പോൾ ഞാനിപ്പോൾ വന്നത് നെയ്യാറ്റിൻകരയിൽ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് നെയ്യാർ ഡാമിൽ വന്ന്, നെയ്യാർ ഡാമിൽ നിന്ന് അമ്പൂരിക്ക് വരുന്ന വഴിക്ക് പൂച്ചമുക്കെന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് വാഴച്ചിൽ എന്ന് പറയുന്ന റൂട്ടിലോട്ട് വരുമ്പോഴാണ് ഈ ദ്രവ്യപ്പാറയുള്ളത്. ഈ ദ്രവ്യപ്പാറയുടെ അടുത്ത് ഇവിടെ വരുമ്പോൾ ഒരു ഗവൺമെൻറ് യു പി സ്കൂളുണ്ട്. അതിന് എതിർവശത്തൂടെ കാണുന്ന റോഡിലൂടെ നേരെ മേലോട്ട് കയറി വരുമ്പോൾ ഇടത് സൈഡിലായിട്ട് ഈ കവാടം കാണാം. അപ്പോൾ ഞാനിപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണ് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കാട്ടാക്കട വരിക, കാട്ടാക്കടയിൽ നിന്ന് നേരെ കള്ളിക്കാട് നെയ്യാർ ഡാമിൽ വരിക. അവിടുന്ന് അമ്പൂരി റൂട്ടിലേക്ക് വരുമ്പോഴാണ് വാഴച്ചിൽ റൂട്ടിലൂടെ പൂച്ചമുക്ക് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വാഴച്ചിൽ റൂട്ട്, ആ വാഴച്ചിൽ റൂട്ടിലോട്ട് വന്നിട്ട് ഇവിടെ വരാൻ സാധിക്കും. നെടുമങ്ങാട് പോലുള്ള സ്ഥലത്തുനിന്നും വേറെ റൂട്ടുകളൊക്കെ വരാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്തുനിന്ന് ഏതാണ് നല്ല റൂട്ട് നോക്കിയിട്ട് വരിക, നല്ല റോഡും നല്ല റൂട്ടും ഒക്കെ നോക്കി വരിക. അപ്പോൾ ഏതായാലും ഞാനിവിടുന്ന് കയറാൻ പോവുകയാണ്. അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു യുവാക്കളൊക്കെ ഒരു 4-5 പേരായിട്ടൊക്കെ വരിക. വന്നാൽ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്ത് കയറാൻ പറ്റും. എൻജോയ് ചെയ്ത് മാത്രമല്ല, ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർ, ഇച്ചിരി അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ക്ലൈമ്പിങ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ, കിതപ്പലുണ്ടാകും, പിന്നെ മുട്ടിനും നടുവിനും ഒക്കെ വേദനയും പെയിനും ഒക്കെ ഉണ്ടാകും, മസിൽ പിടുത്തമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് കയറാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ വരേണ്ട ഒരു ഇടമാണ് ഈ ദ്രവ്യപ്പാറ എന്ന് പറയുന്നത്. അപ്പം നമുക്കതിനെ ഇവിടുന്ന് കയറാൻ തുടങ്ങാം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റേതായിട്ടുള്ള വീട്ടിത്തരം കാണൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മനസ്സുണ്ട്, ലൈക്ക് ചെയ്യുക. ശരി, എന്നാൽ നമുക്ക് അങ്ങോട്ട് കയറാം. ഞാൻ കുറച്ച് രാവിലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വെയിലിനെ അതിജീവിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കാളിപ്പാറയിൽ പോയി. അതിൻ്റെ വീഡിയോ ഉടനെ വരും. അവിടെ കാളിപ്പാറയിൽ പോയപ്പോഴും ഭയങ്കര ചൂട്, 10 മണി കഴിഞ്ഞ് അവിടെ കയറാൻ പറ്റില്ല. ഹാൻഡ് റെയിലിനൊക്കെ ഭയങ്കര ചൂട്. അപ്പോൾ ആ വീഡിയോ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇച്ചിരി നേരത്തെ ഇറങ്ങിയതാണ്. ഇന്ന് രാവിലെ 7 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും കയറുകയാണ്. ശരി, നമുക്ക് നീങ്ങാം. ഇത് നല്ല കുത്തനെ ഉള്ള ഒരു കയറ്റമാണ്. ഈ തുടക്കത്തിൽ ചെങ്കൽ സ്റ്റെപ്പാണ് കാണുന്നത്. വലിയ പാറയൊന്നുമല്ല, ചെങ്കല്ലായിട്ടുള്ള അതേ കുത്തനെ കയറ്റം തന്നെയാണ്. ഉണ്ട്, ഇതുള്ള കുത്തനെ കയറ്റമാണ്. അപ്പോൾ നല്ല കയറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല കയറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് കയറാൻ തയ്യാറായിട്ട്, ക്ലൈംബ് ചെയ്യാൻ തയ്യാറായിട്ട് ഒക്കെ വരിക. അപ്പോൾ പറ്റുന്നവർ, തീരെ ടയർഡാകുന്നുള്ളവർ ഈ മല കയറ്റത്തിനും ഒരുപാട് ഇതിനൊക്കെ ഒരു കമ്പ് കുത്തിപ്പിടിച്ച് കയറുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഈ കിതപ്പലിനെയൊക്കെ അതിജീവിക്കാൻ അത് ഉപകരിക്കും. ഇപ്പോൾ ഏതായാലും ഞാനിപ്പോൾ കമ്പൊന്നും എടുത്തിട്ടില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കമ്പ് കിട്ടിയാൽ നമുക്കെടുക്കാം, ഇല്ലെങ്കിലുള്ള അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകുക എന്നുള്ളതാണ്. കിതയ്ക്കുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കാൻ സാധിക്കും. എന്തടേ, ഇപ്പോൾ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാമ്പും പഴുതാരൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ ഇത് മാക്സിമം കയറും. അതിൻ്റെ ടോപ്പിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ഒറ്റയ്ക്കാണുള്ളത്. അത് ഈ കയറ് അങ്ങനെ വടം പോലുള്ള എന്തെങ്കിലും കിട്ടാനും അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ തുടക്കത്തിൽ തന്നെ ചെറിയ ഉരുളൻ പാറകളൊക്കെയാണ്. ഇപ്പോൾ ഉരുണ്ട വീഴുമെന്നുള്ള രീതിയിലുള്ള പാറകളൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് താഴെ ഇലകളെല്ലാം വീണ് കിടക്കുന്നതുകൊണ്ട് പാറക്കല്ല് ഏത് ഇല ഏത് എന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള ഒരു മിണ്ടിയും പറഞ്ഞൊക്കെയാണ് വരുന്നതെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ കിതപ്പിലും അറിയത്തില്ല, എൻജോയ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. ഇപ്പം നിങ്ങളതുകൊണ്ട് കൂട്ടമായിട്ടേ വരാറുള്ളൂ, അതല്ലെങ്കിൽ ബോറടിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നമില്ല. എനിക്ക് ട്രെക്കിങ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള, എത്ര കിതപ്പിലാണെന്ന് പറഞ്ഞാലും ഞാൻ കയറും. നമുക്ക് അതൊരു പ്രശ്നമല്ല. നമുക്ക് ഈ ക്ലൈംബ് ചെയ്യണം, ട്രെക്ക് ചെയ്യണം എന്നൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലമാണിത്. കാര്യം എന്തും സംഭവിക്കാം. അഡ്വഞ്ചറായിട്ടുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതവും യഥാർത്ഥത്തിൽ ഒരു അഡ്വഞ്ചറാണ്. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പാറകളാണ്. ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ ഉണ്ട്. കാര്യം ഇത് ഗുഹാക്ഷേത്രം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ വിശ്വാസികൾ ചെറിയ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ സ്റ്റെപ്പ് പോലെയൊക്കെ ഇവിടെ അടുക്കിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഇത്ര ഭീമാകാരമായ പാറകളൊന്നും ഇങ്ങനെ അടുക്കി വയ്ക്കാനും പറ്റില്ല. കയറ്റമാണ്, പാറക്കൂട്ടങ്ങളാണ്, വിജനമാണ്. ഇപ്പം ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ ഈ കാട്ടിൽ. പാറയിൽ അമ്പൂരിലുള്ള ദ്രവ്യപ്പാറയിൽ ഞാൻ കാൽഭാഗം താണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് 8 വീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പം ഈ മലയ്ക്ക് 72 പടികളിപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പടികളുണ്ടായിരുന്നത് നശിച്ചു പോയെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് നമുക്കിത് പ്രാദേശിക അറിവുകളൊക്കെയാണ്, അത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് 8 വീട്ടിൽ പിള്ളമാരുടെ അവരിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതുകൂടാതെ താഴെ ഗുഹയുണ്ട്. ആ ഗുഹയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഗുഹാക്ഷേത്രം ഉള്ളത്. പിന്നൊരു ഐതിഹ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദ്രവ്യപ്പാറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ വന്ന് പണ്ട് കാലഘട്ടങ്ങളിൽ, പുരാതന കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഈ വിവാഹം നടക്കാൻ വേണ്ടി സ്വർണവും അതുപോലുള്ള വസ്തുക്കളൊക്കെ ഇല്ലാതെ വന്ന് കല്യാണം മുടങ്ങി നിൽക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദർശനം നൽകുകയും കല്യാണത്തിൻ്റെ തലേദിവസം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്ക് അവർക്ക് ആ ദ്രവ്യം കിട്ടുകയും അത് കൃത്യസമയത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. വിവാഹം നടന്നു കഴിഞ്ഞ് കൃത്യസമയത്ത് കൊണ്ടുവന്ന് ആഭരണങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം എന്നൊക്കെ പറയുന്നുള്ള ഐതിഹ്യങ്ങളുമുണ്ട് ഗുഹാക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ചരിത്രപരമായിട്ടുള്ളത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ കൊണ്ടുവന്ന് ഒളിച്ച് പാർപ്പിക്കുകയും 8 വീട്ടിൽ പിള്ളമാരുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയൊക്കെ ചെയ്ത് ഇവിടെ ആദിവാസി വിഭാഗം സംരക്ഷിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇവിടെ ഏക്കർ കണക്കിന് വയലുകൾ ആദിവാസി വിഭാഗത്തിന് വിട്ടുകൊടുത്തെന്നാണ് പറയുന്നത്. കുത്തനെ കയറ്റമാണ്. അത് നമുക്കൊരു 75 ഡിഗ്രി 70 ഡിഗ്രി അങ്ങനെ ഒരു 70 ഡിഗ്രി ചരിവുണ്ട്. 70 ഡിഗ്രി ചരിവാണുള്ളത്. ഇത് സ്റ്റെപ്പായിട്ട് തന്നെ ഇത് ഇണക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പാറകൾ കൊണ്ട് സ്റ്റെപ്പായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഓരോ സ്റ്റെപ്പും വലിയ സ്റ്റെപ്പാണ്. ഒറ്റക്കാല് വെച്ച് വരാൻ പറ്റില്ല. നല്ല കുത്തനെ കയറ്റം. നമ്മളിത് ക്യാമറ കാണുന്ന കണക്കല്ല, എന്താ നല്ല കുത്തനെ കയറ്റമാണ്. അപ്പോൾ ഇതിനെല്ലാം താണ്ടി വേണം മേൽപോട്ട് നമ്മൾ പോകാൻ.
അങ്ങനെ ഞാൻ രണ്ടാം ഘട്ടമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇത്രയും താഴേന്ന് ഒരുപാട് താഴേന്ന് ഇവിടം വരെ കയറി വന്നിരിക്കുകയാണ്. കതപ്പിൽ കതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അല്പം നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാൻ എനിക്ക് തോന്നിയത്, സൈൻ ബോർഡിൻ്റെ ഒരു അഭാവം. ഇവിടെ അമ്പൂരി പഞ്ചായത്ത് അമ്പൂരി ഫെസ്റ്റിവലൊക്കെ നടത്തുന്നുണ്ട്. വളരെ ആർഭാടപരമായിട്ട് ഫെസ്റ്റിവലെല്ലാം നടത്തുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ 10-15 ടൂറിസ്റ്റ് സ്പോട്ടുകൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് അവരിങ്ങനെ അമ്പൂരി ഫെസ്റ്റ് നടത്തുന്നുണ്ട്. എന്നാൽ ഈ ടൂറിസം സ്പോട്ടിൽ ഒരു സൈൻ ബോർഡുകൾ വയ്ക്കണ്ടേ? അതിലേക്ക് പോകുന്ന പാട്ടിൽ ഒരു സൈൻ ബോർഡുകളൊക്കെ വെച്ച് സ്ഥാപിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്കിലും ചെയ്യേണ്ടതാണ്. ഇന്നലെ ഞാൻ കോനിച്ചിമലയിൽ പോകാൻ വേണ്ടി കോനിച്ചിമലയിൽ കയറിയതാണ്. ഇടയ്ക്ക് ചെന്നപ്പോഴെനിക്ക് വഴി തെറ്റി. ഞാൻ ഏണിപ്പാറയിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെയും യാതൊരുവിധ സൈൻ ബോർഡുകളോ ഒന്നുമില്ല. അവിടെയുള്ള സ്ത്രീകൾക്ക് പോലും കോനിച്ചിമല എന്താണെന്ന് അറിയത്തില്ല. പല സ്ത്രീകളോട് ചോദിച്ചിട്ട് അവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ അടുത്ത കടയിൽ ചോദിക്കുമെന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പം ഇവിടുത്തെ ഈ അമ്പൂരിലുള്ള നാട്ടുകാർക്ക് തന്നെ കറക്റ്റായിട്ട് ഇവിടെയുള്ള മലകളെക്കുറിച്ച് വലിയ ധാരണകളൊന്നും ഇല്ലെന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പം ഇവിടുത്തെ പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സൈൻ ബോർഡ് വെക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഇതുപോലുള്ള ഡെസ്റ്റിനേഷൻ്റെ ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണ്. ഇവിടെ നിന്നിങ്ങോട്ട് മേൽപോട്ട് കയറി കഴിഞ്ഞാൽ ഫുഡ് കിട്ടാനുള്ള യാതൊരുവിധ മാർഗ്ഗവുമില്ല. അപ്പം ഇവിടെ താഴെ തന്നെ ഒരു വീടുണ്ട്. നമ്മൾ ഈ കവാടത്തിലെ ഈ ദ്രവ്യപ്പാറിൻ്റെ കവാടത്തിന് അരികിൽ ഒരു വീടുണ്ട്. അവിടെയെങ്കിലും കുറച്ച് ഫുഡ് ഒക്കെ ഒന്ന്, വെള്ളമോ മിച്ചറോ ചിപ്സോ ബിസ്ക്കറ്റ് പഴം, ഇത്ര ഐറ്റംസ് മതി. അപ്പോൾ അത്രയെങ്കിലും ഒന്ന് കരുതി വെച്ച് കഴിഞ്ഞാൽ ഇത് കയറുന്നവർക്ക് കയറാൻ നേരത്തോ അതുമായിട്ട് വെളുപ്പോട്ട് കയറാം. അതല്ലെന്നുണ്ടെങ്കിൽ കയറിയിട്ട് താഴെ വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളമോ സർബത്തോ അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമോ ഒരു പഴമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കപ്പലിൻ്റെ മിഠായി, ഇതൊക്കെയാണ് നല്ലത്. ഇതൊക്കെ മല കയറുന്നവരൊക്കെ ഒരു കപ്പലിൻ്റെ മിഠായിയൊക്കെ കഴിച്ചിട്ട് കയറുന്നതൊക്കെ നല്ല കാര്യമാണ്. അപ്പം അതേപോലെ എല്ലാ ടൂറിസം ബേസ് ക്യാമ്പുകളിലും, മലയാണെങ്കിൽ അതിൻ്റെ ബേസ് ക്യാമ്പുകളിലൊക്കെ ഇതുപോലുള്ള സംവിധാനം ഇവിടെ ഇണക്കിയാൽ ഇവർ ടൂറിസം ഫെസ്റ്റ് അമ്പൂരി ഫെസ്റ്റ് നടത്തുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി 2ാം ഘട്ടം പൂർത്തിയാക്കി ഇനി 3ാം ഘട്ടത്തിലേക്ക് പോവാം. വീണ്ടും സ്റ്റെപ്പുകളാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ 3ാം ഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ 3ാം ഘട്ടമായപ്പോഴേക്കും നമ്മൾ കറക്റ്റ് താഴെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കാണാം. അപ്പോൾ ഇത് ഗുഹാക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ വരുമ്പോൾ കുടിക്കാൻ വേണ്ടി കുടിനീറായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു. അപ്പം ഇവിടെ അതിൻ്റെ ഹോസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒരു ഏണി കാണാം. ഇത് വാട്ടർ ടാങ്ക്, ഒരു കല്ലമ്മള കാണാം. അത് കൂടാതെ വേറെയും 2 വാട്ടർ ടാങ്കുകളൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഈ പറയുന്ന ദ്രവ്യപ്പാറ. അപ്പം ഇവിടെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാണിക്ക വഞ്ചിയുടെ കാണാം. അതുകൂടാതെ അവരുടെ ഓഫീസും കാര്യങ്ങളുണ്ട്. കസേര കിടപ്പുണ്ട്, 2-3 കസേര കിടക്കുന്നു. ഇത് കിഴക്ക് എന്നുള്ള ദൃശ്യമാണ്. അപ്പം പറയാനുള്ള വലിയ റിസ്ക് എനിക്ക് തോന്നിയില്ല. ചെറിയൊരു പൊടി കിതപ്പലുണ്ട്. ഞാൻ താഴെ 2 സ്ഥലത്ത് ഇരുന്നു. 3ാം ഘട്ടമായപ്പോൾ ഇവിടെ നമുക്ക് മേളിൽ വരാൻ പറ്റി. വലിയ ഒരു കഷ്ടപ്പാട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നോർമലായ ഇതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഇനി നമുക്കിവിടെ ഗുഹാക്ഷേത്രം കാണാം. അതുകൂടാതെ ഇവിടെ ഒരു പാത്രമൊക്കെ ഇരിക്കുന്നത്. എനിക്കൊണ്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പാചകങ്ങളൊക്കെ ചെയ്യുന്നതാകാം എന്ന് തോന്നുന്നു. നമുക്ക് അതുകൂടെ ഒന്ന് കയറി കാണാം. ഇവിടെ പാചകപ്പുരയാണെന്ന് തോന്നുന്നു കേട്ടോ. പാചകപ്പുരയാണെന്ന് തോന്നുന്നു. കണ്ട പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് ഉള്ളത്. ഇതാണ് ദ്രവ്യപ്പാറ, ഇതാണ് ഗുഹാക്ഷേത്രം. അപ്പോൾ ഒരു കൽവിളക്ക് കാണാം.
ഇവിടെ ഒരു കൽവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ അപ്പോൾ ഇതിൽ ഒരുപാട് നാളായിട്ട് തിരികെത്തിക്കലൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പം അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഇവിടെ ഉത്സവമാണെന്നാണ് അറിയാൻ സാധിച്ചത്. താഴെ നിന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അവർ നോട്ടീസ് നോക്കിയിട്ട് അവർക്ക് കിട്ടിയില്ല. ഇവിടെ ഒരു ശിവലിംഗത്തിൻ്റെ ഒരു രൂപം, ഒരു ശൂലവും കാണാം. എൻ്റെ വലത് സൈഡിലായിട്ട് നല്ലൊരു കൂവളം വെച്ചിട്ടുണ്ട്. അതിൽ നല്ലൊരു മണിയും കെട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇരു സൈഡിലും ഈ ക്ഷേത്രത്തിൻ്റെ ഇരു സൈഡിലും 2 മണികൾ കെട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് ഏതോ പ്രതിഷ്ഠയുണ്ടെന്ന് തോന്നുന്നു. ഈ വലത് സൈഡിൽ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എൻ്റെ ഈ കറുത്ത ടാങ്ക് ഇരിക്കുന്നില്ലേ, അതിൻ്റെ വലത് സൈഡിൽ കയറി കഴിഞ്ഞാൽ കിഴക്ക് വശത്ത് മലനിരകളുടെ ഒരു ദൃശ്യഭംഗി കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിവിടെ ഉണ്ട്. ഇവിടുന്ന് നമ്മുടെ SR കൊടുമുടിയെല്ലാം കാണാൻ കണ്ട് ഇങ്ങനെ ഷാഡോ പോലെ എന്താ SR കൊടുമുടിയൊക്കെ ഇതുവഴി ഇങ്ങനെ കാണാം. പിന്നെ മലകളൊക്കെ കാണാം. ഈ കിഴക്കുന്ന് സൂര്യൻ വരുന്നതുകൊണ്ടാണ് അതൊക്കെ വലിയ ഷാഡോ ആയിട്ട് കാണുന്നത്. ഈ വിശ്വാസപ്രകാരം തൊട്ടിൽ ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു തൊട്ടിൽ കാണാം. അതൊക്കെ ഈ കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അനുവർത്തിച്ച് വരുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഈ ഗുഹാക്ഷേത്ര പണ്ട് അങ്ങനെയായിരുന്നല്ല, ഗുഹാവാസവും സന്യാസിമാരും ഒക്കെ ഗുഹാജീവിതമായിരുന്നല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ 2 സ്റ്റെപ്പുണ്ട്. അതിലൊന്ന് കമ്പി വേലി ഇല്ലാത്ത, കമ്പി ഗേറ്റ് വയ്ക്കാത്ത ഒരു ഗുഹ കാണുന്നുണ്ട്. അവിടെ സിമെൻറ്റ് കൊണ്ട് പാറക്കല്ലുമൊക്കെ ആയിട്ട് ഒരു സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കാട് മൂടി അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ വെള്ളങ്ങളൊക്കെ ഒഴുകി വന്നുള്ള ഇതാണ് കാണുന്നത്. ഇപ്പോൾ ഇത് കണ്ടാൽ പാമ്പിനും എലിക്കുമൊക്കെ കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കീരി പാമ്പിനൊക്കെ കയറിയിരിക്കാൻ സൗകര്യത്തിനുള്ള ഒരു ചെറിയ സ്ലോട്ടുകളാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങുന്നു. താഴെ ഇറങ്ങിയിട്ട് അടുത്ത ഇതിൽ പോകാം. ഇതാണ് മെയിനായിട്ട് ആൽമരമുണ്ട്. ഈ ആൽമരത്തിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്. അപ്പുറത്തെ അതേ രീതിയിൽ തന്നെ കുറച്ചുകൂടെ വലിയൊരു ഗുഹയാണെന്നേ ഉള്ളൂ. അവിടെയാണ് ഈ ആൽമരം നിൽക്കുന്നത്. അപ്പോൾ അകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി വലിയ ഗുഹയാണ്. ഒരാൾക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. കുറച്ച് ദൂരം നടന്നു പോകാൻ പറ്റും, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഗുഹാക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത്. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ മുകളിൽ സ്റ്റെപ്പുകൾ 10-72 സ്റ്റെപ്പുകളുണ്ടാക്കി ഇവിടുത്തെ ആദിവാസി വിഭാഗം 8 വീട്ടിൽ പിള്ളമാരിൽ നിന്ന് സംരക്ഷിച്ച ഒരു ഐതിഹ്യ കഥയാണോ ചരിത്ര കഥയാണോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പ്രാഥമിക അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, വല്ല ചരിത്രത്താളുകളിൽ ഇത് ഇങ്ങനെ ഒരു ചരിത്രമുണ്ടോ, അതായത് ഐതിഹ്യത്തിലുള്ളതാണോ എന്നൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അത്രയും നല്ലത്. അപ്പോൾ ഇവിടെയും ഒരു മരം നിൽപ്പുണ്ട്. ഇവിടെയും സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ ഗുഹയാണ്. പക്ഷേ ഈ ഗുഹയിലൊന്നും സന്യാസത്തിന് പറ്റിയതായിട്ടുള്ള ഗുഹയല്ല. അപ്പം മഹർഷിമാർക്ക് ഇരുന്ന് സന്യാസം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗുഹയല്ല. പിന്നെ ദേവീദേവന്മാർക്ക് അവർക്ക് ചെറിയതോ വലുതോ ഒക്കെ ആയിട്ട് രൂപവും ഭാവമൊക്കെ മാറിയിരിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഒരു ദേവീ സങ്കല്പവും ദേവൻ സങ്കല്പവും ഒക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും. വിശ്വാസമാണല്ലോ എല്ലാം. അതിനപ്പുറം എന്ത്.
ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ദ്രവ്യപ്പാറയുടെ കുറച്ച് ഭാഗമെങ്കിലും കയറാൻ പറ്റുമെന്ന് നോക്കാം. മുകളിലേക്ക് ഞാൻ കയറില്ല, ടോപ്പിലേക്ക് കയറില്ല. അതിന് നമ്മുടെ വടം അതൊക്കെ വേണം, കയറൊക്കെ കെട്ടി അതിനകത്ത് കയറണം. അതുമല്ല ഒരാളുകൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും. അപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഈ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മേൽപോട്ട് കയറാൻ കയറാൻ പറ്റുന്നുണ്ടാന്ന് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വരുമ്പോൾ 3-4 പേരായിട്ടേ വരാവുള്ളൂ. യുവാക്കൾ വരുമ്പോൾ 3-4 പേരായിട്ടേ വരാവുള്ളൂ. അതും പ്രത്യേകിച്ച് ദൂര സ്ഥലത്ത് നിന്ന് വരുന്നവർ. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത് കയറി ഇറങ്ങിയൊക്കെ എക്സ്പീരിയൻസ് കാണും. അപ്പോൾ അവരെക്കുറിച്ചല്ല പറയുന്നത്. ഇതൊക്കെ കയറാൻ പറ്റുമോ നോക്കാം. ചെരുപ്പിട്ടോ ചെരുപ്പിടാതെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, കയറാൻ പറ്റുമോ നോക്കാം. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ നോക്ക്. മാർത്താണ്ഡവർമ്മയെ ഒളിപ്പിക്കുവാനായി ആദിവാസിയെ വെട്ടിയ ആദ്യ സൂചനാ പടവുകളാണിത്. ആദ്യ സൂചന. ഇത് ചവിട്ടി കയറി നല്ല മെഴുക് പരുവത്തിൽ കിടക്കുകയാണ്. എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. ഒറ്റയ്ക്ക് ആയതുകൊണ്ടുള്ള ഒരു ബോറിംഗ് ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ കയറി വന്ന ഈ ദ്രവ്യപ്പാറയിൽ കയറി വന്നതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടെ അതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നല്ല വടങ്ങൾ വേണം, സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഈ ക്ലൈംബിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന യുവാക്കളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അതിന് പ്രാരംഭമായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഇതിൻ്റെ ബേസ്മെൻറ്റിൽ അവിടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇവിടെ ഒരു അമ്പൂരി പഞ്ചായത്ത് ഇവിടെ ഒരു അമ്പൂരിൽ ഒരു 10-15 ടൂറിസം ഡെസ്റ്റിനേഷനുകളൊക്കെ അവർ നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് അവർ അമ്പൂരി ഫെസ്റ്റ് എന്നും പറഞ്ഞ് 2-3 കൊല്ലമായിട്ട് അത് വളരെ ആഘോഷമായിട്ട് നടത്തുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർ ഈ നോട്ടിഫൈ ചെയ്ത 15 സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നും ഇണക്കിയിട്ടില്ല. ഇപ്പം തന്നെ ഈ ദ്രവ്യപ്പാറയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 100 രൂപ ഫീസ് വാങ്ങിക്കുക. 100 രൂപ ഫീസ് വാങ്ങിച്ചിട്ട് ഇവിടെ കയറാൻ വരുന്നവർക്ക് 100 രൂപ ഫീസ് വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുക. അതായത് കയറുന്നവരുടെ ദേഹത്തോടെ ഒരു കയറ് കൊടുത്തിട്ട് അതുപോലെ നല്ല വടവും കൊടുത്ത് താഴത്തു നിന്ന് തന്നെ വടത്തെ പിടിച്ച് കയറാനുള്ള സംവിധാനമൊക്കെ ഇണക്കി കൊടുക്കുക. കാരണം ഇപ്പം തന്നെ ആൽമരത്തിൻ്റെ വേരുകളൊക്കെ മെഴുകു പോലെ ഇരിക്കുകയാണ്, ചവിട്ടിയിട്ട് സ്ലിപ്പാകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ കുറച്ച് കയറിട്ട് തിരിച്ചിറങ്ങി. കാര്യം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണം. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാതി വഴിക്ക് തിരിച്ചിറങ്ങിയതാണ്. വെറുതെ അവിടം വരെ കയറിപ്പോയിട്ട് തച്ചിന് കയറിപ്പോകുക എന്നുള്ളതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുകളിൽ വരെ കയറുകയും ആ വീഡിയോ എടുത്തിട്ട് മുകളിൽ വരെ കയറിയിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തിട്ട് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുത്തിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ അതിനൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുടർന്ന് കയറിയില്ല എന്നുള്ളതാണ്.
പക്ഷെ അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും ചെറിയ ക്യാമറ ഫോൺ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹമാണ് കയറുന്നത്, എപ്പോഴും കയറാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ എല്ലാവരും വരുമ്പോഴും അവരുടെ ഒരു മെമ്മറി ആയിട്ട് ഇതെല്ലാം എടുത്തു വെക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ വർഷവും അല്ലെ എല്ലാ സീസണിലും കയറാൻ പറ്റുന്നതല്ല. ഒരിക്കലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഇതുപോലുള്ള ടൂറിസം ഡെസ്റ്റിനേഷനിലൊക്കെ വരിക. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തൊഴിലും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഫ്രീ ടൈം കിട്ടുമ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇവിടെ ഇത് ക്ലൈംബ് ചെയ്യാൻ വരുന്നവരോട് ഒരു 100 രൂപ ഫീസ് വാങ്ങിച്ചിട്ട് 100 രൂപ ഫീസ് വാങ്ങിച്ച് അവർ വരേണ്ട ഡേറ്റും ഫിക്സ് ഒരു 5 പേരായിട്ട് വരത്തക്ക രീതിയിലൊരു സംവിധാനം ഇണക്കി കൊടുത്താൽ താഴെ നിന്ന് തന്നെ അവർ ഇപ്പോൾ 4-5 പേരെ തയ്യാറാക്കി ഇപ്പോൾ വാട്സാപ്പുകളൊക്കെ കൊടുത്തിട്ട് അവർ വരേണ്ട ടൈം ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വീക്കെൻഡ് പോലുള്ള സമയത്താണെങ്കിൽ ധാരാളം പേര് വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ടൈം കൊടുക്കേണ്ടി വരത്തില്ല. ധാരാളം പേര് വരുമ്പോൾ ആ കൂട്ടത്തിൽ 5 പേര് 10 പേര് വെച്ച് കയറി പോവുക. അപ്പോൾ അവിടെ നിന്ന് തന്നെ താഴത്ത് തന്നെ ഇതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ട് അതിൽ വടം കെട്ടിയിട്ട് സേഫ്റ്റി ആയിട്ട് തന്നെ അവർക്ക് കയറാം. അങ്ങനെ ധാരാളം യുവാക്കൾ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ. മാത്രമല്ല ഇനിയിപ്പം തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് പോർട്ട് ഇതെല്ലാം വരുന്നതുകൊണ്ട് ടൂറിസം സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ യുവാക്കൾക്ക് എൻ്റെ മുകളിലൊന്ന് കയറണം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാം വരും. ഐ ടി മേഖലയിലുള്ളവരും ഇപ്പോൾ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വികസനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ടൂറിസം സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് അമ്പൂരി ഫെസ്റ്റ് എന്നും പറഞ്ഞ് ഇവിടെ ആഘോഷമായിട്ട് ദൂർത്താണെന്നേ ഞാൻ പറയത്തുള്ളത്. ചെയ്യേണ്ടത് എന്താണ്, ഓരോ ഡെസ്റ്റിനേഷനിലും പ്രാഥമിക സൗകര്യങ്ങൾ ഇണക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പോയ ഒരു സ്ഥലത്തും അതുപോലുള്ള ഒരു സൈൻ ബോർഡെങ്കിലും വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ടൂറിസം കേന്ദ്രം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയതായിട്ട് വരുന്നവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കുറച്ച് സൈൻ ബോർഡുകളും വെച്ചാൽ ആൾക്കാർക്ക് അത് നോക്കി കയറി പോകാൻ പറ്റും. എനിക്ക് ഇന്നലെ പറ്റിയ അബദ്ധമാണ് ഞാൻ പറയുന്നത്. കൂനിച്ചുമല കയറാൻ വേണ്ടി ഉച്ചയായപ്പോൾ ചെന്നാണ്. എനിക്ക് വഴിതെറ്റി ഞാൻ ഏണിപ്പാറ ആ റൂട്ടിലേക്കൊക്കെ കയറി ഇടവഴികൾ കയറിപ്പോയി. ഒരു സൈൻ ബോർഡോ ഒന്നുമില്ല. ഇതുവഴിയാണ് കയറേണ്ടതെന്ന് അറിയത്തില്ല, ആരും പറഞ്ഞു തരാനുമില്ല. ഈ വീക്കെൻഡ് ആണെങ്കിൽ കൂടുതൽ പേര് കയറാൻ കാണും. അപ്പോൾ അവരുടെ കൂടെ കയറാമെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ തുടക്കത്തിൽ തുടക്കത്തിൽ ആ ഒരു കുരിശടിയുള്ള അടുത്ത് ചോദിച്ചപ്പോൾ മേൽപോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ മേൽപോട്ട് കയറിയപ്പോൾ മെയിനായിട്ട് കാണുന്ന പാതയിലൂടെ അങ്ങ് നടന്നുപോയി. അപ്പോൾ താഴെ ഇറങ്ങിയപ്പോൾ പറഞ്ഞ് അങ്ങനെയല്ല പോകേണ്ടത്, അത് ഇങ്ങനെ കുറച്ച് കാണുന്നുണ്ട് വലത്തോട്ട് കാണുന്ന അവിടെ നിന്നാണ് കയറി പോകേണ്ടതെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2-3 മണിക്കൂർ വേസ്റ്റായിട്ട് നടന്ന് പിന്നെ ടയർഡായിട്ട് തിരിച്ചിറങ്ങേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ വലിയ ടൂറിസത്തിന് വേണ്ടി വലിയ പരസ്യം ചെയ്യും, അമ്പൂരി ഫെസ്റ്റ് എന്നും പറഞ്ഞൊക്കെ നടത്തും. അതൊക്കെ നിങ്ങളങ്ങനെ എല്ലാ വർഷവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളത്തങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഓരോ ഡെസ്റ്റിനേഷനിലും വേണ്ട സൗകര്യങ്ങളാണ് ഇണക്കി കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഇണക്കി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവരിൽ നിന്ന് നിങ്ങൾ 100 രൂപ, ഈ വരുന്നവരിൽ നിന്ന് കഴുത്തറുത്ത് പൈസ വാങ്ങിക്കാൻ നിൽക്കരുത്. 100 രൂപയുടെ ഇതേ ഉള്ളൂ. ഒരു 100 രൂപ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരാളെ ഏർപ്പാടാക്കുക. അപ്പോൾ അയാളുടെ വടവും ഇതുമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംരക്ഷണമാകും, ആ ക്ഷേത്രത്തിന് ഒരു സംരക്ഷണമാകും. അവിടെ കയറാൻ വരത്തുള്ള ഒരു 5 പേരുണ്ട്, 500 രൂപ കിട്ടും. അപ്പോൾ ആ 500 രൂപ കൊണ്ട് ഒരാളുടെ ജീവിത മാർഗ്ഗമെങ്കിലും നടക്കും. ഒരാൾക്ക് തൊഴിലാകുമ്പോഴേക്കും 4 പേരാണ് അതുകൊണ്ട് ജീവിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒരാൾ കൂടെ ചേർത്ത് ഒരാൾ മുകളിൽ നിൽക്കാനും ഒരാൾ താഴെ നിൽക്കാനും ഉണ്ടെങ്കിൽ വലിച്ചു കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരാൾ കൂടെ 2 പേരുടെ കുടുംബം നിലനിന്ന് പോകും. അപ്പോൾ ആ രീതിയിൽ വേണം ഈ ദ്രവ്യപ്പാറയിൽ ചെയ്യാൻ. വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരാണ്, ഞങ്ങളുടെ യൂട്യൂബിലൂടെ ഇവിടുത്തെ വാട്സാപ്പ് നമ്പർ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ആരുടെ കൊടുക്കാൻ പറ്റും? ഒന്നും കൊടുക്കാൻ പറ്റുമില്ല. ഇപ്പം തന്നെ ഇത് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് താഴെ ബേസിൽ ഒരു വീടുണ്ട്. ആ വീട്ടിൽ കുറച്ച് കുപ്പിയും വെള്ളങ്ങളും ബിസ്ക്കറ്റും മിച്ചറും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ വരുന്നവർക്ക് അതും വാങ്ങിച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അതും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ടി വേണമെങ്കിൽ ഇവിടെ കയറാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ലെന്നുള്ളതാണ്. അപ്പം ഇത് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ അമ്പൂരി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഇവിടെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അല്ലാതെ കാണുന്ന ചാനലുകളിലേക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോ ഉണ്ടാക്കി ഫെസ്റ്റുകളൊക്കെ നടത്തി ധാരാളത്തെയും ദൂരത്തുനിന്ന് കാണിച്ചുകൊണ്ടൊന്നും ഇവിടെ ടൂറിസം വളരാൻ പോകുന്നില്ല. വരുന്നവർക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ ഇണക്കി കൊടുക്കുക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് കുറച്ച് സൈൻ ബോർഡെങ്കിലും വെക്കുക. ഇവിടെയുള്ള നാട്ടുകാർക്ക് പോലും അറിയത്തില്ല കൂനിച്ചുമല ഏതാണ്. അതാണ് അവസ്ഥ. ഇന്നലെയൊക്കെ നമ്മൾ കുറച്ച് സ്ത്രീകളോട് ചോദിച്ചിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ കൂനിച്ചുമല ഏതാണെന്ന്.
പിന്നെ വയസ്സായ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കയറുന്നത്. ആരുമില്ല, ഞാൻ മാത്രമുണ്ട്. നമ്മൾ വഴി അവർ പറഞ്ഞു തന്ന വഴി വെച്ചങ്ങ് കയറിപ്പോയി. പക്ഷേ JCB കൊണ്ട് പുതിയ പുതിയ വഴി വെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഏതാണ് എന്താണെന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കൂനിച്ചുമലയിൽ ഈ അടുത്ത വർഷം ചിലപ്പോൾ ഉരുൾപൊട്ടലുണ്ടാകും. ഒരുപാട് ഇത് JCB കൊണ്ടുവന്ന് വെട്ടി ലെവലാക്കുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും കൂനിച്ചുമല വിട്ടു. അപ്പോൾ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഇത് കണക്ക് തന്നെ വരുന്നവർക്ക് ഒരു നല്ലൊരു ഒരു സേഫ്റ്റി ജാക്കറ്റൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കയറ് കൊളുത്തി അവരെ സേഫ്റ്റി ആക്കിയിട്ട് മേൽപോട്ട് കയറ്റാനുള്ള സംവിധാനം ഇണക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുവതികൾക്കും നന്നായിട്ട് കയറാൻ പറ്റും. ഈ ടെക്കികളും ഇപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിനൊക്കെ വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വികസന പ്രവർത്തനങ്ങളൊക്കെ ഭാവിയിൽ വരും. അപ്പോൾ ഇതെല്ലാം ടൂറിസമായിട്ട് വികസിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ മാർഗം ചെയ്യാം. ക്ലൈംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്താണേലും അവർ സമീപിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സാധന സാമഗ്രികളൊക്കെ അവർ തരും. അപ്പോൾ അത് കൊണ്ടുവന്ന് വയ്ക്കുക. ആൾക്കാരെ കയറ്റാനും ഇറക്കാനും മുകളിൽ ഒരാളെ നിൽക്കുക, താഴെ ഒരാൾ എന്ന് തീർച്ചയായിട്ടും 2 പേർക്ക് തൊഴിൽ മാർഗവും ആകും. ആൾക്കാർക്ക് അപ്പോൾ സിംഗിളായിട്ട് വരുന്നവർക്ക് സോളോ ആയിട്ട് വരുന്നവർക്ക് മുകളിലും താഴെ കയറാനും പറ്റും. 100 രൂപ ഫീസ് വാങ്ങിക്കാൻ മതി, ന്യായമായ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും കയറാനും പറ്റും. അപ്പോൾ മുകളിലും വേണമെങ്കിൽ പാറയുടെ മുകളിലും വേണമെങ്കിൽ വെള്ളവും ഇച്ചിരും പഴമൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്യാം. ഈ ആൾക്കാർ വരുന്നെന്നുള്ള അറിയുമ്പോൾ ഇവിടെ ഉള്ളവർ വന്നാൽ മതിയല്ലോ. ഇപ്പോൾ താഴെ നിൽക്കുന്നവനാണെങ്കിലും മുകളിൽ നിൽക്കുന്നവനാണെങ്കിലും ഇത് ആൾക്കാർ ഈ ദിവസങ്ങളിലായിരിക്കും ആൾ കുറവ്. അപ്പോൾ ഒരു 5 പേര് ഒത്തുവരുന്നൊരു ഡേറ്റ് ആയിരിക്കും നിങ്ങൾ ഫിക്സ് ചെയ്ത് പറയുന്നത്, വാട്സാപ്പിലൂടെ അയക്കുന്നത്. ആ ദിവസം ഇവർ 5 പേരൂടെ വരുമ്പോഴേക്കും അവർക്ക് വേണ്ടിയുള്ള വെള്ളവും കുപ്പിയൊക്കെ വേണം താഴെ ആ വീട്ടിലും സ്റ്റോക്ക് ചെയ്യാം, മലമുകളിൽ സ്റ്റോക്ക് ചെയ്യാം, ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് താഴെ സ്റ്റോക്ക് ചെയ്യാം. അപ്പോൾ ആവശ്യമായ ഫുഡുകൾ കൊടുക്കാം. വെജിറ്റബിൾസ് കൊടുത്താൽ മതി എന്നേ, അല്ല വേറെ ഒന്നും കൊടുക്കണ്ട. ഈ ചിക്കനും മട്ടനൊന്നും കൊടുക്കണമെന്നല്ല പറയുന്നത്. പഴം കൊടുക്കരുത്, ബിസ്ക്കറ്റ്, ഡ്രിങ്ക്സ്, ഇത്ര ഐറ്റംസ് കൊടുത്താൽ മതി. കപ്പലിൻ്റെ മിഠായി ഏറ്റവും നല്ലതാണ്. കപ്പലിൻ്റെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കപ്പലിൻ്റെ മിഠായി. പിന്നെ അത് പോരാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസികളുടെ വിഭവങ്ങൾ, നിങ്ങൾ ഈ പറഞ്ഞ ആദിവാസികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ പ്രാദേശികവാസികൾ ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ മതി. കിഴങ്ങ് ഇവിടെ വിളയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു വരുമാനമാണ്. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഏതായാലും ഇത് കാണുന്ന ഈ അമ്പൂരിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ പഞ്ചായത്തുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് നിങ്ങൾ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ സൈൻ ബോർഡെങ്കിലും ആദ്യം സ്ഥാപിക്കുക. അതുപോലെ തന്നെ ബേസ് ക്യാമ്പിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും ഭക്ഷണവും സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ കരുതി വെക്കുക. ഇത്രയൊക്കെ ചെയ്യുക. മറ്റേ കൂനിച്ചുമലയിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ഓക്കെ.